സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസി. അതിൻ്റെ കൂടെ തന്നെ അത്രയും എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിനകത്ത് ടിഷ്യൂ വീവിങ് സ്റ്റൈലിനകത്ത് ഇതിൻ്റെ ബോർഡർ പാറ്റേണും സ്ലീവും ദുപ്പട്ടയും ഒക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു നമ്മളൊരു ഗ്രാൻഡ് റിച്ച് ലുക്കിൽ വരുന്ന രീതിയിൽ 2899 റേഞ്ചിൽ വന്നിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ്. അതൊരു ചന്തേരി വീവിങ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. അതിനകത്ത് ഫുള്ളായിട്ട് ദേശി ടസറിൻ്റെ ആ ഒരു ഷെയ്ഡിങ് വന്നിട്ടുള്ള അതുപോലത്തെ അതേ സിമിലർ ആയിട്ടുള്ള യാൻസ് വെച്ചിട്ട് രേഷം വീവിങ് സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. റിച്ചായിട്ട് തന്നെയാണ് ഈ ഒരു പാനൽ വരുന്നത്. ക്ലോസറായിട്ട് കുഞ്ഞു കുഞ്ഞു ട്രഡീഷണൽ ബൂട്ടാസ്, ബനാറസി ബൂട്ടാസാണ് വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഹെം ലൈനിലായിട്ട് നമുക്കൊരു ബോർഡർ പാറ്റേൺ വരുന്നുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടും സ്ലീവ്സും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ വി ഹാവ് എ ബ്രോഡ് ബോർഡർ പാറ്റേൺ. നമ്മളിനി നെക്സ്റ്റ് കാണുന്നതിനകത്ത് അതും കൂടി ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ദുപ്പട്ട ഇസ് ഓൾസോ ദി സെയിം സ്റ്റൈൽ. അതിനകത്തും ഇതേപോലെ തന്നെ ഈ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. 4 സൈഡിലും ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് സെറ്റൂൺ ആണ് ബോട്ടമായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ്. അതിനകത്ത് ഒരു ഗോൾഡൻ ടോൺ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് നിൽക്കുന്നതാണ്. ദെൻ വി ഹാവ് എ ലൈലാക്ക്. അപ്പോൾ ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് സ്ലീവ്സ് നല്ല ബ്രോഡായിട്ട് തന്നെ അത് നിൽക്കും കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ഇത് തെറ്റിപ്പോയി. ഇതിനകത്ത് ഈ ഒരു പോർഷൻ ബാക്കിൽ ഹെം ലൈനിലായിട്ട് വരും. ആൻഡ് വി ഹാവ് തിൻ ബോർഡർ ഫോർ ദി സ്ലീവ് ഹെം ലൈൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇത് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഒരു മെറ്റീരിയൽ വൈസ് നമുക്ക് ആ ഒരു ലൈറ്റ് ഫീലാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഗ്രാൻഡ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് എ ഡേ ടൈം ഓറുള്ള നൈറ്റ് ടൈം ഫംഗ്ഷനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സുമാണ് കേട്ടോ. പിങ്ക്, ലാവൻഡർ, നേവി ബ്ലൂ ഒക്കെ നമുക്ക് ഏത് ടൈമിൽ വെയർ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റൈലാണ്. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എ പീച്ച് പിങ്ക്. പക്ഷേ ഒരു പേസ്റ്റൽ പീച്ച് പിങ്കിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം പവലൂമിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ വെരി സോഫ്റ്റ് ബേസ്. നല്ല സുഖമാണ് തൊടാൻ. മെറ്റീരിയൽ ഇസ് റിയലി ഗുഡ്. അതിനകത്ത് ആ ഒരു ആൻറ്റിക് ടോൺ അതിനകത്ത് വരും. ബിക്കോസ് ഇറ്റ്സ് ദേശി ടസറിൻ്റെ ആ ഒരു ഷെയ്ഡിങ്ങിലാണ് അതിൻ്റെ ഒരു ത്രെഡ് വീവിങ് വന്നിരിക്കുന്നത്. ആൻഡ് ബനാറസി പാറ്റേണിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ബൂട്ടാസ്. ഇപ്പം നമ്മൾ ദുപ്പട്ടയിലെ ബൂട്ടയും ആൻഡ് നമ്മുടെ ടോപ്പിൻ്റെ ബൂട്ടയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദുപ്പട്ട കുറച്ചും കൂടി വലിയ ബൂട്ടാസാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക് പിങ്ക്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണ്. 2899 ക്ലാസി ആൻഡ് എലഗൻറ്റ്. ഇഫ് യു വോണ്ട് ടു ഹാവ് എ ലോട്ട് നമുക്കൊരു എംബ്രോയിഡറി പാറ്റേൺ എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി വർക്ക് ഓൺ ഇറ്റ്. നമ്മുടെ ഡിസൈൻ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗിവ് യു എ ലോട്ട് ഓഫ് ഐഡിയാസ്. ഓർ ഇഫ് യു ഹാവ് എനി ഐഡിയാസ് അവരുമായിട്ട് ഷെയർ ചെയ്യാം. ദെൽ ഹെൽപ്പ് യു ഔട്ട്. അപ്പോൾ AV 190 പ്രൈസ് 2899. പാർട്ടി വെയർ സൽവാർ സെറ്റ്സ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വന്നിരിക്കുന്ന പാർട്ടി വെയർ സൽവാർ സെറ്റ്സ് റെഡി ടു ഡിസ്പാച്ച് ആണ്. ആൻഡ് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സിനകത്ത് സട്ടിൽ ആൻഡ് എലഗൻ്റ് ആയിട്ട് വന്നേക്കാണ്. ആൻഡ് അതിനകത്ത് എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു ത്രെഡ് എംബ്രോയിഡറി, കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡഡ് യാൻസിൻ്റെ ഒരു എംബ്രോയിഡറി പാറ്റേണിൻ്റെ കൂടെ തന്നെ ബീഡിങ്ങും കൂടെ കൊടുത്തിട്ട് കട്ട് ബീറ്റ്സ് ആണ്. എനിക്ക് കട്ട് ബീറ്റ്സ് നല്ലൊരു ഹൈലൈറ്റ് തരും കേട്ടോ. എപ്പോഴും നമുക്ക് ഷുഗർ ബീറ്റ്സ് ഒരു എലഗൻസ് ആണ്. കട്ട് ബീറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് ആ സെയിം ഷെയ്ഡ് ആണെങ്കിൽ പോലും സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടൊക്കെ നല്ലൊരു ഗ്ലോസ് കിട്ടുകയും ചെയ്യും. ആ ഒരു ടോട്ടലി നമുക്ക് ആ ഒരു പാർട്ടി വെയർ ലുക്കിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് ഓർഗൻസ ദുപ്പട്ടയും അത് നല്ല രസമുള്ള ഡിസൈനാണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ ഇറ്റ്സ് റിയലി പ്രിട്ടി. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ്. ആ ഒരു ടോപ്പിൻ്റെ കളർ കോമ്പിനേഷൻ ഇസ് ഓൾസോ വെരി നൈസ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നില്ല ഒരു സോഫ്റ്റ് പീച്ച്, ലൈറ്റ് പീച്ചിനകത്ത് ലാവൻഡർ ഷെയ്ഡഡ് ആയിട്ടുള്ള ലാവൻഡർ യാൻസും ഗ്രീൻ യാൻസും പിന്നെ ഫ്രഞ്ച് നോട്ട്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. യോക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പടി ഡീറ്റെയിൽ പോലെ നമുക്ക് ബട്ടൺസ് പോലെ വരുന്ന രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നത് കേട്ടോ. 1899 റേഞ്ചിൽ SW1591 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. PV ആണ് ബോട്ടം വരുന്നത്. ഇതൊരു സെമി ടസറാണ് കേട്ടോ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ആൻഡ് സെമി ഓർഗൻസയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അതിൻ്റെ അകത്ത് ആ ഒരു സിഗ്സാഗ് പോലെ ആ ഒരു പീച്ചിൻ്റെ ടോണിൽ വന്നിട്ടുള്ള സാറ്റിൻ സ്റ്റിച്ചസും കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ലാവൻഡർ ഫ്ലോറൽസുമാണ് കൊടുത്തിരിക്കുന്നത്.
നെക്സ്റ്റ് വൺ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നെക്സ്റ്റ് ഇസ് സോഫ്റ്റ് മോവ് ഷെയ്ഡ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് റോയൽ ബ്ലൂ, വയലറ്റ് ചേർന്നിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ആണ് അതിനകത്ത് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ക്ലോസ് ഫാമിലി ഫങ്ഷൻസോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്മോൾ എൻഗേജ്മെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, ഹൗസ് വാമിങ് ഓർ ഗിഫ്റ്റ് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ഇതൊക്കെ ഇങ്ങനത്തെ സെറ്റ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് റിയലി പ്രിറ്റി. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ഒരു സെക്കൻഡ് കളർ കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് ഗ്രേ പെയർഡ് വിത്ത് നല്ലൊരു ബ്രൈറ്റ് പിങ്ക്. എല്ലാം PV ആണ് ബോട്ടം ആൻഡ് ടോപ്പ് സെമി ഓർഗൻസ. അപ്പം നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ദെൻ സിൻസ് ഇറ്റ് ഹാവ് ബീഡിങ് ഇൻ ഇറ്റ്, ഇറ്റ്സ് നമുക്കൊരു ഡെലിക്കേറ്റ് ഹാൻഡ് വാഷ് ഒക്കെയാണ്. ആൻഡ് ഡിപ്പ് വാഷ് ചെയ്യുന്നത് ഡെലിക്കേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്യണ്ട. ജസ്റ്റ് ഡിപ്പ് വാഷ് ചെയ്യാണ് ഓക്കെയാണ്. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് കോട്ടൺ ത്രെഡ്സും കൂടെയൊക്കെ വരുന്നത് കാരണം ഡ്രൈ ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് പെയർഡ് വിത്ത് ദിസ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇസ് അനദർ പ്രിറ്റി ഗ്രേയിലാണ്. ടോപ്പും ദുപ്പട്ടയും ഒരേ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ദുപ്പട്ട. എനിക്ക് ദുപ്പട്ട ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആൻഡ് 1899 റേഞ്ചിൽ SW1591. ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസാണ് എല്ലാവരും നോക്കുന്നത്. അതും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എവറിഡേ വെയറിന് പറ്റുന്ന ഒരു എവറിഡേ എഡിഷനിൽ വന്നിരിക്കുന്ന ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലോയി, നമുക്കൊരു മൊഡാലിൻ്റെ ഫീലാണ് കേട്ടോ അത് കൊണ്ടുവന്നിരിക്കുന്നത്. മൊഡാൽ ചന്തേരി ഫിനിഷിൽ വന്നിരിക്കുന്ന സാരീസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ബോർഡർ പാറ്റേൺ. ഇതിനകത്ത് നമുക്ക് ഒരു മംഗൾഗിരിയിലൊക്കെ കാണുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് വിത്ത് സ്മോൾ ടെമ്പിൾ ബോർഡേഴ്സ് ഇൻസൈഡ്. ആൻഡ് ഇതിനകത്ത് ബോഡി ഫുള്ളായിട്ട് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് വാട്ടർ കളർ എഫക്റ്റ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി പേസ്ലീസിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആൻഡ് ഇതിനകത്ത് എല്ലാം ഒരു മൾട്ടി കളേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോഡി ആൻഡ് സോളിഡ് ബോർഡർ പാറ്റേൺ. ബ്ലൗസും പ്രിൻ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇന്ത്യൻ പ്രിൻറ്റിൽ, ഒരു ജോമെട്രൈസ്ഡ് ഇന്ത്യൻ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന പാറ്റേണിലാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ സോളിഡ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് 4 ഓപ്ഷൻസ് ആണ് കേട്ടോ, കളർ ഓപ്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളതിനകത്ത് ഒരു ഓലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്ലൂ ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് എ പിങ്ക് ടോൺ. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡിയിൽ ഇതേപോലെ മൾട്ടി ടോണലായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് ഗ്രീനും ഗ്രീൻസിൻ്റെ തന്നെ ഷെയ്ഡ്സും കുറച്ച് ചെറിയൊരു ടിൻ്റ് ഓഫ് യെല്ലോയിഷ് ഓറഞ്ചും ഒക്കെ കൂടെ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കാണ്. അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റാണ്. അപ്പോൾ വൺ സൈഡിനകത്തൊരു വൈറ്റിഷ്നെസ് കാണും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 1399 വന്നിരിക്കുന്നത്. ഉടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്ലോയി ഇഫക്റ്റ് ആണ്. അപ്പം ആ ഒരു ഉടുത്തിരിക്കുന്ന ലുക്കല്ല കേട്ടോ, അത് ഫ്ലോയി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ മൊഡാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കും. അഡ്വാൻറ്റേജ് ഓഫ് ദി സാരി ഈസ് ലൈക്ക് നമുക്കൊരു ജോർജറ്റ് പോലെ നമുക്കൊരു ഫിഗറി ആയിട്ട് ഉടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ബഡ്ജറ്റ് റേഞ്ചാണ്. വീട്ടിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാരിയുമാണ്. യു ക്യാൻ ഹാൻഡ് വാഷ് ഇറ്റ്. മെഷീൻ വാഷ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഹാൻഡ് വാഷിൽ നിന്ന് നമുക്ക് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഡിപ്പ് വാഷ് ചെയ്തെടുക്കാം. സ്റ്റാർച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചിലതൊക്കെ സ്റ്റാർച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങനത്തെ സാരീസ് അങ്ങനെ സ്റ്റാർച്ച് ചെയ്യാൻ പറ്റില്ല, ഒരു ഫ്ലോയി ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SHF167, പ്രൈസ്ഡ് അറ്റ് 1399. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്കിതിൻ്റെ അകത്ത് നമ്മളുടെ ബാക്കി വേരിയേഷൻസിൻ്റെ അകത്തും വരുന്നതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഡ്രേപ്പ് ചെയ്ത് തന്നെ വെബ്സൈറ്റിൽ കാണും കേട്ടോ.